ഇത് ഫുള്ള് തിന്നാനുള്ളത്, ബാക്കിലിരിക്കണത് ഫുള്ള്. ഞാൻ പോണ വഴിയൊക്കെ നമ്മൾ തിന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് രാമൻ ഇഡലിയും തിന്നും. നമ്മളെന്തിനാ ജീവിക്കണേ? തിന്നും. വീട്ടിലുണ്ടാക്കണേന്ന് എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റില്ലേ. ഹലോ കുട്ടികളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. എൻ്റെ പൊന്ന് കഴിച്ച് നിങ്ങളിത് കാണണം. രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണ് ഇവൻ ഈ വേഷം കെട്ട്. വണ്ടി തിരിക്കാനെന്നും പറഞ്ഞ് കുറേ നേരമായി കിടന്നങ്ങ് എന്തുവാ കാണിക്കുന്നത്. ലാസ്റ്റ് അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ, തിരിക്കാൻ പോണേന്ന് തോന്നുന്നുണ്ട്. കുറേ നേരമായി ഇത്. ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒരുക്കി കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായി. ഓ എൻ്റെ പൊന്നേ, ഫൈനലി ഗൈസ് തിരിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു 5:15 5:30 ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ട്. നമ്മൾ 4 പേരും കൂടിയാണ് പോകണത്. ഇപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം റീലിൽ ഇങ്ങനെ രാമശ്ശേരി ഇഡ്ഡലിയും അതുമായി റിലേറ്റഡ് ആയിട്ടൊരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്നാൽ നമുക്കും പോകാം എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പാലക്കാട് രാമശ്ശേരി ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ പോണ വഴിക്ക് ഫ്യൂവൽ നിറയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പെട്രോൾ പമ്പിൽ കയറി. അപ്പം ആലുവ തന്നെയുള്ള പെട്രോൾ പമ്പിൽ കയറി. പിന്നെ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഉറക്കം വരും. ഇത് ഫുള്ള് തിന്നാനുള്ളത്, ബാക്കിലിരിക്കണത് ഫുള്ള്. ഞാൻ പോണ വഴിയൊക്കെ നമ്മൾ തിന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് രാമൻ ഇഡലിയും തിന്നും. നമ്മളെന്തിനാ ജീവിക്കണേ? തിന്നും. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ വെല്ലു ഇറങ്ങിപ്പോയിട്ട് അവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് എടുത്തു. സാധാരണ അവിടെ നിറച്ച ആൾക്കാരായിരിക്കും, ഇത്തവണ ആരും ഉണ്ടായില്ല. കണ്ടോ, ഞാൻ വണ്ടി കയറിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഉറങ്ങുമെന്ന്. അപ്പോൾ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പൊന്നെ, ഞാൻ നല്ലൊരു ഉറക്കോട്ടോ ഉറങ്ങി എണീച്ചത്. ഉറങ്ങി എണീച്ചാൽ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. പക്ഷേ അത്രയും പകലൊന്നും എനിക്കങ്ങനെ എണീച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഉറക്കം വരും. അങ്ങനെ നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. അപ്പോൾ ബാക്കി ആരും ഉറങ്ങില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പാലക്കാട് ആ ഒരു സൈഡ് എത്തിയപ്പോൾ തന്നെ മഴ സ്റ്റോപ്പായി, മഴ നിന്നു. മഴ പാലക്കാട് വന്ന മഴയായിരിക്കും ഏതോ തെണ്ടികൾ പറഞ്ഞു. പാലക്കാട് വന്ന വെയിലാന്ന് ഏതോ തെണ്ടി പറഞ്ഞായിരുന്നു. ആ തെണ്ടി നമുക്ക് കാണിച്ചു കൊടുത്താലോ? ഇത് നമ്മളെവിടെ വന്നേക്കണത്? നമ്മൾ പാലക്കാട് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനായിട്ട് വന്നതാണ്. ആക്ച്വലി ഇന്ന് നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ വെറുതെ പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വൈബ്. ഇതാ കാണുന്നതാണ് കട, രാമശ്ശേരി ഇഡ്ഡലിക്കട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓ നല്ല തണുപ്പുണ്ട് ഗൈസ്. അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട്? ചമ്മന്തി, സാമ്പാർ, ഹായ്. അപ്പോൾ കിച്ചൺ വരെയുള്ള പെർമിഷൻ കിട്ടി. ഇവിടെ തുറക്കുന്നുണ്ട് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി കട. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി ഉണ്ട്. ഓ എൻ്റെ മൈൻഡ് കൂടാ, ചട്നി ഉണ്ട്. പിന്നെ ഇതെന്താ പറയുക, സാമ്പാറാണെങ്കിൽ ഓർമ്മ കുറച്ച് വെച്ചൊക്കെ മീൻചാറ് വലിക്കുമല്ലേ. പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്.
വെളിച്ചെണ്ണ നമ്മൾ തുറന്ന് വയ്ക്കണം. മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് ഇനി അതിനകത്ത് വേറെ എന്താണെന്ന് കൂടെ ഉണ്ട് കേട്ടോ. ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കഴിച്ചു കൊടുക്കാം. സോ ഞാൻ ആക്ച്വലി ഒരു ഫുഡ് വ്ലോഗൊന്നുമില്ല, ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു നോർമൽ ഫുഡ് കഴിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു പുളി ഉണ്ടല്ലേ. ചെറിയ പുളിയുണ്ട്, എനിക്ക് അതാണ് ഇഷ്ടപ്പെടാത്തത്. പുളി ഇഷ്ടമില്ല. ഈ തക്കാളി ചട്നി കൊള്ളാം, ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. കോഫി കോഫി പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണേന്ന് എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഇല്ലേ? ആ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇല്ലേ? അത് ചോദിച്ചോക്കേ. But it tastes good, so good. വടയുണ്ട്. ഓ, വട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ കൂടെ ചട്നീൻ്റെ കൂടെ നല്ല. സാമ്പാർ കൂട്ടി നോക്കാം, അല്ല ചമ്മന്തി കൂട്ടി കഴിച്ചു നോക്കാം. ആ, വേറൊരു ഫീലല്ലേ? ചമ്മന്തിപ്പൊടി കൂട്ടി കഴിച്ചോക്കെ. വട എനിക്ക് ഇഷ്ടമായി. ആ, വട ഒന്നും പറയാനല്ല, സൂപ്പറാ. വട നല്ല ടേസ്റ്റ്. നമ്മളൊരു 7-7:30 ആ ഒരു ടൈമായപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടോ. അപ്പോഴും ഇത്ര തിരക്കുണ്ടായിരുന്നു. നമ്മളിരുന്ന ആ സീറ്റ് എണീക്കാൻ വേണ്ടി കാത്തിരിക്കണമായിരുന്നു അടുത്ത ആൾക്ക് സീറ്റ് പിടിക്കാനായിട്ട്. അപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഹൈപ്പ് കൊടുക്കാനായിട്ടുള്ള ഫുഡിൻ്റെ ഫീലൊന്നും തോന്നിയില്ല. കാരണം ഇഡ്ഡലി നോർമലാണ് ഇഡ്ഡലി. പിന്നെ നമ്മുടെ ഇവിടത്തേനേക്കാളും ചെറിയ എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വേറെ ഉണ്ട്. പിന്നെ അതുപോലെ ചട്നി ആണെങ്കിൽ ചട്നി കൊള്ളായിരുന്നു. പിന്നെ സാമ്പാർ തേങ്ങ അരച്ചതുപോലത്തെ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ വട അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ വടയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നോക്കിയാണ്. പക്ഷേ ഹൈജീൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. കാരണം അത്ര വലിയ വൃത്തി എന്നുള്ളൊരു സെറ്റപ്പില്ല, വലിയ വൃത്തിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ആ ഒരു ഇത് മാത്രം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫുഡ് കുഴപ്പമില്ല. കോഫി എനിക്കത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. ബാക്കി വട അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനിയിപ്പം ഒരു ഉച്ചയൊക്കെ വരെ ഞങ്ങൾ മലമ്പുഴ അങ്ങനെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നേരെ മലമ്പുഴ ഗാർഡനിലേക്കാണ് പോയത്. രാവിലെ തന്നെ മാക്കൊന്ന് ഫുഡ് അടിച്ചതല്ലേ, അപ്പോൾ കുറച്ച് ദൂരം നടക്കാം, മലമ്പുഴ ഗാർഡനിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു മലമ്പുഴ വന്നത് ഞാൻ 4 പഠിക്കുന്ന സമയത്താണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എപ്പോഴും ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ മലമ്പുഴ ഗാർഡൻ. അവിടെ നിന്ന് ട്രെയിൻ തന്നെയാണ് കേട്ടോ, അത് ശരിക്കും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 4ാം ക്ലാസ് വരെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞാൻ ശരിക്കും ആ 4ാം ക്ലാസ്സിലേക്ക് പോയതുപോലെയൊക്കെയൊരു തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കങ്ങനെ ഓർമ്മയൊന്നുമില്ല. 4ാം ക്ലാസ്സിലാണ് വന്നത്. അപ്പോൾ ഏതാ കണ്ടതെന്നൊന്നും ഓർമ്മയൊന്നുമില്ല.
അന്ന് കണ്ടതിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും ഇപ്പം. പക്ഷെ നമ്മൾ എവിടേക്കോ കണ്ടു മറന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലോ. ആ ഒരു ഞാൻ ആ ഒരു ഇതിനകത്തായിരുന്നു കേട്ടോ. എവിടെയാണ് മലമ്പുഴ എക്സി ഉള്ളത്, എവിടെയാണ് മലമ്പുഴ ഡാമിൻ്റെ ഏരിയാസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഡാമിൻ്റെ മേളിൽ നടക്കാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി നിന്നു. ചെറുതായിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്നു. അപ്പോഴത്തേനും മഴയൊക്കെ ഒന്ന് മാറിയിരുന്നു. കുറച്ച് നേരം മഴ പെയ്തു. പിന്നെ നമ്മൾ കുടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ ഒരു ഗോപുരത്തിൻ്റെ നടുക്ക് കയറിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പം മഴ ഏകദേശം എന്നല്ല, ഒരുവിധം മഴ മാറി. മഴക്കാറുണ്ടെങ്കിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്താണെന്നും എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ മനസ്സിലായവർ കമൻറ്റ് ബിലോ. എനിക്ക് തോന്നണം അതൊരു മെർമെയ്ഡ് ഒരു മത്സ്യകന്യകയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു നാഗകന്യകയും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു മത്സ്യകന്യകയാണ്. പിന്നെ ഇതൊരു മയിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മയിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സാധനം മാത്രം ഇത് മാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് സാധനം ഉണ്ടാവുമായിരുന്നു. അത് ആനയാണെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. ഇത് അവിടെ ഒരു വലിയ മയിലുണ്ട് കേട്ടോ. ഈ സാധനം എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബിലോ. അപ്പോൾ ഡാമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. എന്നാലും ഇത് കുറച്ചേ തുറന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം താഴെ അതിൻ്റെ ഡാമിൽ നിന്ന് വെള്ളം വന്ന് പിന്നെ ഒഴുകുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഒന്നും അത്രയ്ക്ക് വെള്ളം ഉണ്ടായില്ല. അപ്പോൾ ചെറുതായിട്ടേ തുറന്നിട്ടുണ്ടായുള്ളൂ. നല്ല വെള്ള ടർക്കി വിരിച്ചതുപോലെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആ കാണുന്ന തൂക്കുപാലത്തിൽ കയറി. അത്ര വലിയ തൂക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മീൻസ് ആട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ സിമ്പിളായിട്ട് കിടന്നു പോയി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര ആട്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഇതൊക്കെ കയറി. പക്ഷെ ഞാൻ കയറി കേട്ടോ. ഞാൻ എല്ലാത്തിലും അപ്പുറത്തേക്കൊക്കെ തൂക്കുപാലത്തിൽ തന്നെയാണ് പോയത്. അതിനകത്തൊക്കെ കയറിയപ്പോൾ ദേ ഈ കാണുന്ന പോലെ പോയി. അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ നിന്നിട്ട് ഈ വെള്ളം ഒഴുകി വരുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായി കാണാനായിട്ട്. പിന്നെ ഞാനായിട്ട് തന്നെ ഇതിങ്ങനെ പയ്യെ ആട്ടിക്കൊണ്ടാണ് നടന്നത്. ആടുമെങ്കിൽ ആടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതേ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് മലമ്പുഴ എക്സി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ പ്രശസ്തമായൊരു സ്കൾപ്ചറാണ് കേട്ടോ ഇത്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നുള്ള മട്ടിൽ 2 ചെവിയും ഇതാക്കിയിട്ടാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് നേരെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഒരു സ്നേക്കിൻ്റെ മ്യൂസിയം ഉണ്ടല്ലോ, അവിടെ ആട്ടോ കയറിയത്. മ്യൂസിയം അല്ല, ഒരു എക്സ്പോ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ കയറി. അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പാമ്പിനെ ഒന്നും ഇഷ്ടമല്ല, എനിക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു മരത്തിൻ്റെ ആ ഒരു കമ്പുണ്ടോ, അതിൻ്റെ നടുക്ക് ഫുള്ള് പാമ്പാണ്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇതേ അതിൽ സൈഡിൽ കൂടെ ഇഴഞ്ഞുകൊണ്ട് പിന്നെ ഇതേ ഇവിടെ ഒരു മുതല ഉണ്ടായിരുന്നു, ആളെയും കണ്ടു. അപ്പം 1 അല്ല 2 എന്തോ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അവരെയും കണ്ടിട്ട് പിന്നെയും കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരാളവിടെ തലപൊക്കി നോക്കുന്നുണ്ട് എന്താണ് അപ്പുറത്ത് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട്. പിന്നെ കുറച്ച് പേര്, ഭൂരിഭാഗം ആൾക്കാരും ഭയങ്കര സൈലൻ്റായിട്ട് ഒരു മൂലൊക്കെ അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. പൈത്തനാണ്, അപ്പോൾ ഒരു സൈഡിൽ അവർ മാറി നിന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി നേരെ പാലക്കാട് വരെ വന്നതല്ലേ. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് NMR ബിരിയാണി ഹൗസിൽ പോയി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നോയമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മട്ടനും അതുപോലെ എന്തൊക്കെയോ വാങ്ങിച്ചു, ചിക്കനും അങ്ങനെയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് കുറച്ചുകൂടെ ഇഷ്ടം. നമ്മുടെ ഇവിടത്തേനേക്കാളും കുറച്ചുകൂടെ എനിക്കിഷ്ടം തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ എനിക്ക് ആ ബിരിയാണീനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ആ ഒരു റൈത്തയാണ് കേട്ടോ. ആ ഒരു കച്ചമ്പറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണേ എനിക്ക് തോന്നണേ ആ കച്ചമ്പറായിരിക്കും. പിന്നെയും കഴിക്കാം. അച്ചാർ എനിക്ക് പിന്നെ ഇപ്പോൾ പണ്ടേ ഇഷ്ടമില്ല, അത് കാരണം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ സാലഡും അതുപോലെ അച്ചാറും വന്നു. അപ്പോൾ ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ വെയിറ്റിങ്ങിൻ്റെ ഇടയിൽ ഈ ഫുള്ള് കച്ചമ്പറ് ഞാൻ തിന്നു തീർത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എനിക്കും വെല്ലുവിനുള്ള ഫുഡ് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ കച്ചമ്പറ് ഞാൻ നിന്ന് തീർക്കും, 2ാമത് വാങ്ങിക്കും. അപ്പോൾ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കഴിക്കാനായിട്ട്. നമ്മുടെ ഫുഡ് വരാനൊരു കുറച്ച് ലേറ്റായി, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി കൊണ്ടുവന്ന് തന്നു.
എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു വെജിറ്റബിൾ ബിരിയാണി ഫ്രൈഡ് റൈസ് പോലത്തെ എന്തെങ്കിലും സാധനമായിരിക്കും, വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ബിരിയാണിയുടേതായിട്ടുള്ള ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ബിരിയാണി കഴിച്ചത്. അപ്പം അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ എനിക്ക് അതിനകത്ത് പച്ചക്കറിയൊന്നും ഇഷ്ടമില്ല, ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് കഴിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന ആളുടെ പ്ലേറ്റാണ് കേട്ടോ അത്. തമിഴ്നാട് ബിരിയാണി എന്നെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ബിബിൻ ചേട്ടൻ. അത്യാവശ്യം നല്ല കൂടുതലും പുള്ളിക്കും ഇഷ്ടം ഇതുപോലെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പം അങ്ങനെ അതും കഴിച്ച് വയറ് പൊട്ടാറായി ഇരവിഴിഞ്ഞത് പോലെയാണ് കേട്ടോ നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് മസാല സോഡ, എന്താണ് മദർലാൻഡ് മസാല സോഡ, അത് കുടിക്കാനായിട്ട് പോയി. അപ്പോൾ അത് ഇങ്ങനെ റീൽസിലൊക്കെ ഭയങ്കര വൈറലാണല്ലോ. അപ്പോൾ അത് കുടിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ആ ചേട്ടനുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആളുടെ മോനാണത്. കുടിച്ചു. അപ്പോൾ ആദ്യം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്നും തോന്നിയില്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു മോരും വെള്ളം കുടിക്കുന്നൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സോഡേൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് സോഡ അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല ഞാനപ്പം ഞാൻ വിചാരിച്ചു സോഡേൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ടായിരിക്കുന്നു. പിന്നെ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും മോരും വെള്ളം പോലെ തന്നെ ഇരിക്കണം. ആ ഒരു സോഡയുടേതായിട്ടുള്ള ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് കുടിക്കലും വയറിൽ കിടന്ന സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയതുപോലെയായിരുന്നു. ഇത് കുടിച്ചപ്പോൾ തന്നെ ഫുള്ള് കിളി പോയിട്ടോ. പിന്നെ ഉറക്കമായിരുന്നു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുള്ള് ഉറക്കമായിരുന്നു. വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ടാറ്റാ.